ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ജെഇ ഫേസ് 1 എക്സാമിൻ്റെ ഏറ്റവും അവസാനഘട്ട പ്രിപ്പറേഷനിലേക്ക് നിങ്ങളെല്ലാവരും കടന്നിരിക്കുകയായിരിക്കും. നമുക്കിനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അവസാനത്തെ ദിവസങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ആദ്യം, നിങ്ങളുടെ ഫോർമുല ഷീറ്റുകൾ അത് ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് നിങ്ങളത് വായിക്കണം. ഓരോ ചാപ്റ്ററിലെയും എല്ലാ ഇക്വേഷൻസും മറന്നു പോവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഫോർമുല ചാർട്ടാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഷോർട്ട് നോട്ടും ഉണ്ടാകും. തിയറിയുടെ ഭാഗത്തിന് ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി നിങ്ങൾ ഇനി വായിക്കരുത്, നമുക്കതിനുള്ള സമയമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഫോർമുല ഷീറ്റ് കൃത്യമായിട്ട് വായിക്കുക, നമ്മുടെ ഷോർട്ട് നോട്ട് ഫോളോ ചെയ്യുക. ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ ഇനി സ്പെൻഡ് ചെയ്യേണ്ടത് PYQ ചെയ്യുന്നതിൽ തന്നെയാണ്. എത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ അത് മുഴുവനും നിങ്ങൾ ചെയ്ത് പഠിക്കുക. നിങ്ങൾ സ്റ്റഡിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിൽ ഒരു 10-15% സമയം മാത്രം തിയറി നോക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. ബാക്കി കൂടുതൽ സമയവും നിങ്ങൾ പ്രോബ്ലത്തിലേക്ക്, അതും PYQകൾ തന്നെ കൂടുതൽ നിങ്ങൾ ചെയ്ത് പഠിക്കണം. അപ്പോഴാണ് നമുക്ക് ഫൈനൽ എക്സാമിലേക്ക് നല്ല ഒരു ഫോക്കസും എറർ ഫ്രീ ആയിട്ട് നമുക്ക് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താനും പറ്റുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾ ഒരുപാട് എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ ആ മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യാം. പരമാവധി ക്വസ്റ്റ്യൻ ഡിസ്കഷനിലും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നതിലുമായിരിക്കണം ഇനി അങ്ങോട്ടേക്കുള്ള നിങ്ങളുടെ ശ്രദ്ധ. അതോടൊപ്പം മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടാണ്. ഈ അവസാന ദിവസങ്ങളിൽ നിങ്ങൾ ആ കാര്യത്തിൽ വളരെ കൺസേൺ ആയിരിക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ ഉറക്കം. നിങ്ങളെല്ലാവരും ഡെയിലി ഒരു 5 to 6 hours ഉറങ്ങുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ഏതാണോ നിങ്ങളുടെ ഒരു സ്ലീപ്പ് സൈക്കിൾ ഉണ്ടാകും അത് തന്നെ ഫോളോ ചെയ്യുക. പരമാവധി രാത്രി തന്നെ ഉറങ്ങുന്നവരായിരിക്കും നിങ്ങൾ. അതേപോലെ തന്നെ നിങ്ങൾ ഒരു 5 to 6 hours നിർബന്ധമായിട്ടും ഉറങ്ങണം. ഈ അവസാന ദിവസങ്ങളിൽ ഉറക്കൊഴിഞ്ഞ് പഠിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ബട്ട് അവർക്കത് എക്സാമിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ നിങ്ങൾ കൂടുതൽ ടയേർഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഉറക്കൊഴിഞ്ഞ് പഠിക്കരുത്. അതേപോലെ നല്ല വെള്ളം കുടിക്കുക. ഡീഹൈഡ്രേഷൻ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ വളരെ ഹെൽത്തി ആയി നിങ്ങളുടെ ബ്രെയിനൊക്കെ നല്ല ആക്റ്റീവ് ആവുന്ന രൂപത്തിലാവട്ടെ. ഏറ്റവും നല്ല എക്സാമായി നിങ്ങൾക്കിത് മാറട്ടെ. മാക്സിമം റാങ്ക് സ്കോർ ചെയ്ത് നല്ല മാർക്കോട് കൂടെ ഫേസ് 1 എക്സാം പാസ്സാവട്ടെ എന്ന് എല്ലാവർക്കും നല്ല വിഷസ് ആശംസിക്കുന്നു.